ഇപ്പോൾ ജോസഫ് സി മാത്യു ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജോസഫ് സി മാത്യു, നമസ്കാരം. വളരെ ഗുരുതരമായൊരു ആരോപണത്തിലൂടെയാണ് ഇപ്പോൾ CPM കടന്നു പോകുന്നത്. സർക്കാരിനൊപ്പം എല്ലാ കാലവും നിലകൊണ്ടിട്ടുള്ള ഒരു IPS ഉദ്യോഗസ്ഥൻ എന്നുള്ള പേരിൽ ഒരു പരിധിവരെ കുപ്രസിദ്ധി ആർജിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയാവുന്ന MR രാജ്കുമാറാണ് ഇത്തരത്തിൽ ഒരു കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. അദ്ദേഹം RSS അധ്യക്ഷനെ കണ്ടു എന്നാണ് പറയുന്നത്. അത് സമ്മതിച്ചിരിക്കുന്നു. സർക്കാരിനും ബന്ധപ്പെട്ടവർക്കുമൊക്കെ ഇത് നേരത്തെ അറിയുകയും ചെയ്യാം. ഇക്കാര്യത്തിൽ ഇതിന്റെ പിന്നിലുള്ള ഒരു രാഷ്ട്രീയം എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? നിങ്ങൾ പറഞ്ഞതിലെ അവസാന ഭാഗം അവർക്ക് നേരത്തെ തന്നെ അറിയാം എന്നുള്ളത് മാത്രമേ ഇനി സ്ഥിരീകരിക്കാനുള്ളൂ. നേരത്തെ തന്നെ അറിയാം എന്ന് വേണം കരുതാൻ. അല്ലാതെ സംസ്ഥാന ഇന്റലിജൻസ് അത്ര ശുഷ്കമാണെന്ന് ഞാൻ വിചാരിക്കുന്നേയില്ല. അപ്പോൾ നേരത്തെ അറിയാമെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം പോയത്? അങ്ങനെ പോയി കാണുന്നതിനോട് എന്തുകൊണ്ടാണ് ഇത്ര മഹാമനസ്കത ഈ ഭരണകൂടം വെച്ചു പുലർത്തുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും അവർ വിശദീകരിക്കേണ്ട കാര്യമാണ്. നേരത്തെ സെൻകുമാറിനോട് എടുത്ത സമീപനം എന്താണെന്ന് അറിയാം. വേണ്ട, സംസ്ഥാനത്തിന്റെ ഭരണത്തലവനായ ഗവർണർ RSSന്റെ തലവനെ പോയി കണ്ടപ്പോൾ അതിനോടുണ്ടായിരുന്ന രാഷ്ട്രീയ പ്രതികരണം എന്താണെന്ന് നമുക്കറിയാം. അത് അദ്ദേഹം ഇതുപോലെ ഒളിച്ചും പാത്തുമല്ല പോയത്. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥ മേധാവി ഇങ്ങനെ പോയി കാണുന്നതിനോട് സാധാരണ CPMന്റെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളത് ഊഹിക്കാവുന്നത്. എനിക്ക് തോന്നുന്നത് അറിഞ്ഞുകൊണ്ട് പോയതാണെങ്കിലും പറഞ്ഞു വിട്ടതാണെങ്കിൽ പോലും അദ്ദേഹത്തെ ഇനി ആ സ്ഥാനത്ത് ഇരുത്തിക്കൊണ്ട് രാഷ്ട്രീയമായി മുന്നോട്ട് പോകുന്നത് ആത്മഹത്യാപരമായിരിക്കും എന്ന് CPM തിരിച്ചറിയുന്നതാണ്. മാറ്റാതിനി വയ്യ, മാറ്റാനും വയ്യ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പ്രതിസന്ധിയിൽ ഇവർ ചെന്ന് പെട്ടു കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിനു മുൻപ് മുഖ്യമന്ത്രി പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ചെന്നുപെട്ട സമയത്ത് ഒപ്പം നിൽക്കുന്ന ഒരു സംഘം, അതായത് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനാവട്ടെ, AK ബാലനാവട്ടെ, ഇവരൊക്കെയും വളരെ ധാർഷ്ട്യത്തോടുകൂടി മാധ്യമങ്ങളോട് സംസാരിക്കുകയും വളരെ കൂടുതൽ മുഖ്യമന്ത്രിയെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന, മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രതിരോധിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ സാഹചര്യത്തിലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊരു വിശദീകരണം ഉണ്ടാകാൻ ഇടയുണ്ടോ എന്ന് നമുക്കറിയില്ല. മാത്രമല്ല, ഇവരുടെയൊക്കെ ഭാഗത്തു നിന്നൊരു വിശദീകരണമായിരിക്കുമോ ഇനി ഉണ്ടാവുക? എനിക്ക് അതിലും നമ്മളെ സംബന്ധിച്ചൊരു ഭരണ വ്യവസ്ഥിതി എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ട വളരെ ഗൗരവതരമായ സാഹചര്യം ഈ രാഷ്ട്രീയ ദല്ലാള് പണി ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുന്ന ഒരു പുതിയ പ്രവണത ഉണ്ട്. സത്യത്തിൽ അതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ വേവലാതിപ്പെടേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം രൂപപ്പെടുന്ന ഒരു നെക്സസ് എന്ന് പറയുന്നത് ഒരു ബ്യൂറോക്രാറ്റിക് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് തമ്മിലുണ്ടാകുന്ന ഒരു ബന്ധമുണ്ടല്ലോ, ഒരു സൂപ്പർവൈസറി ബന്ധത്തെ ഭയങ്കരമായിട്ട് ദോഷകരമായി ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ നമ്മുടെ ഭരണ സംവിധാനം അനുസരിച്ച് നമ്മൾ ഭരണം ഏൽപ്പിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വത്തെ ആണെങ്കിൽ ആ രാഷ്ട്രീയ നേതൃത്വത്തെ ഇവര് ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന പോലെയോ വിലക്കെടുക്കുന്ന പോലെയോ ഒക്കെ കാണാവുന്ന ഒരു ബന്ധമാണ്. തീർച്ചയായിട്ടും ഇദ്ദേഹം പോയി ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി കണ്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു സ്വകാര്യ സന്ദർശനവും തരവുമില്ല എന്നും അത് അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ആവാൻ സാധ്യതയുമില്ല എന്നുമാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ ഗൗരവതരമായ വിഷയമാണ്. എന്ത് കഥ വേണമെങ്കിലും നാട്ടുകാരോട് പറയാം. പക്ഷേ കണ്ണും കാതും തുറന്നു വെക്കുന്ന നാട്ടുകാർക്ക് ഇതൊക്കെ ബോധ്യപ്പെടും തിരിച്ചറിയേണ്ടത്. ശരി, വളരെ നന്ദി ശ്രീ ജോസഫ് സി മാത്യു ഒപ്പം ചേർന്നതിന്.